ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ മൗനരാഗത്തിൻ്റെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ രൂപ കൊടുത്ത ഷർട്ടുമായിട്ട് കല്യാണി നേരെ സേനൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. അങ്ങനെ സംസാരിക്കുകയാണ്, ഞാൻ അച്ഛന് വേണ്ടിയിട്ട് ഒരു ഷർട്ട് വാങ്ങിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് കല്യാണി അങ്ങോട്ട് വരുന്നത്. അങ്ങനെ ആ അച്ഛന് ആ ഷർട്ട് കൊടുക്കുന്നുണ്ട്. അച്ഛനത് തുറന്ന് നോക്കുമ്പോൾ തന്നെ ആൾക്ക് മനസ്സിലാവുന്നുണ്ട് ഇത് രൂപ വാങ്ങിച്ചതാണെന്ന്. കഴിഞ്ഞ ദിവസം ഒരു ടെക്സ്റ്റൈലിലേക്ക് പോയപ്പോൾ അവിടെ നമ്മുടെ രൂപ ഒരു ഷർട്ട് കയ്യിൽ പിടിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതേ ഷർട്ട് തന്നെയാണ് ഇപ്പോൾ സേനന് കൊടുത്തു വിട്ടിരിക്കുന്നത്. അപ്പോൾ സേനൻ മനസ്സിൽ കരുതിയ പോലെ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതും അതേപോലെ മെസ്സേജ് അയക്കുന്നതും രൂപയാണെന്നുള്ളൊരു സംശയമുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിരിക്കുകയാണ്. എന്നാലും കല്യാണി തന്നതുപോലെ തന്നെ ആൾ വാങ്ങിച്ചു വയ്ക്കുന്നുണ്ട്. അതിനുശേഷം രൂപയെ പറ്റി തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങൾ 7 കൊല്ലമാണ് ഒരുമിച്ച് ജീവിച്ചത്, എങ്കിലും ഞങ്ങൾക്ക് 7 കൊല്ലത്തേക്ക് കൂടുതൽ 70 കൊല്ലത്തിൻ്റെ ഒരു സ്നേഹം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ വേർപിരിഞ്ഞപ്പോൾ എൻ്റെ ഹൃദയം ആകെ നിന്നു പോയത്. എനിക്കാകെ എന്തോ ഒന്ന് നഷ്ടപ്പെട്ട പോലെ തോന്നിയതും. അതുകൊണ്ട് തന്നെ വളരെയധികം സങ്കടമുണ്ട് അവൾ എൻ്റെ അടുത്തുനിന്ന് മാറി നിൽക്കുന്നതിന്. അപ്പോൾ അവളുമായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ ഒരുമിച്ച് ചേരണമെന്നുള്ളൊരു ആഗ്രഹത്തിലാണ് ഞാൻ നിൽക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് കല്യാണിയോട് സേനം വിഷമം പറയുന്നുണ്ട്. ഇനിയുള്ള കാലം ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കുമ്പോൾ അയാൾ വിചാരിച്ചേക്കാളും കൂടുതലായിട്ട് ഞാൻ അവളെ സ്നേഹിക്കും. കാരണം ഇത്രയും നാളും ഞങ്ങൾ അകന്ന് നിന്ന സ്നേഹം മുഴുവൻ എൻ്റെ രൂപയ്ക്ക് എനിക്ക് കൊടുക്കാറുണ്ടായിരുന്നു. അയാൾ എന്തുകൊണ്ടാണ് എൻ്റെ അടുത്ത് നിന്ന് മാറി നിൽക്കുന്നതെന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം. അതിനൊക്കെ കാരണം ആ രാഹുലാണ്. അയാളെ പേടിച്ചുകൊണ്ടാണ് എൻ്റെ രൂപ എൻ്റെ അടുത്തേക്ക് വരാത്തത് നിൽക്കുന്നതെന്നൊക്കെ സേനൻ കല്യാണിയോട് പറയുന്നുണ്ട്. എന്നിട്ട് മനസ്സിലാക്കുന്നുണ്ട് എനിക്ക് വേണ്ടിയിട്ട് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ഓരോന്നോരോന്നും ചെയ്യുന്നത് രൂപയാണെന്നുള്ളൊരു കാര്യം സേനൻ മനസ്സിലാക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് ഈ മോഷണത്തിൽ ഹരം പകർന്നു കിട്ടിയ വിക്രമാണെന്നുണ്ടെങ്കിൽ പകൽ സമയത്ത് മോഷണങ്ങൾക്കായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ആരുമില്ലാതെ വയസ്സായ സ്ത്രീകൾ ഒറ്റയ്ക്ക് നടന്നു പോകുമ്പോൾ അവരുടെ മാല പിടിച്ചു പറിക്കാനാണ് ബൈക്കിൽ വന്നിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. അങ്ങനെ പെട്ടെന്ന് തന്നെ പൈസക്കാരനാവാനുള്ള ഉദ്ദേശത്തിൽ അവരെല്ലാം ഈ ആദ്യം ഇതൊക്കെ ചെയ്തപ്പോൾ പിടിക്കപ്പെട്ടില്ല എന്ന് മനസ്സിലായപ്പോൾ അതിലൊരു ഹരം കൊണ്ട വിക്രമും കൂട്ടരും കൂടിയിട്ട് ഇതിനു വേണ്ടി ഇറങ്ങിത്തിരിക്കുകയാണ്. അങ്ങനെ ഒരു സ്ത്രീ ഇങ്ങനെ വഴിയിലൂടെ നടന്നു പോകുന്ന സമയത്ത് വിക്രം പിന്നിലൂടെ വന്നിട്ട് മുഖമെല്ലാം മറച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. അങ്ങനെ വന്നിട്ട് ആ സ്ത്രീയുടെ കയ്യിൽ നിന്ന് മാല തട്ടിപ്പറിക്കുകയാണ്. ആ സ്ത്രീ ഒരുപാട് ചെറുക്കുന്നൊക്കെ ഉണ്ടെങ്കിലും വയസ്സായ സ്ത്രീ ആയതുകൊണ്ട് അധികം തന്നെ ഒന്നും തന്നെ ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. അങ്ങനെ അവരെ കഴുത്തി കിടക്കുന്ന മാലയും പൊട്ടിച്ചുകൊണ്ട് രക്ഷപ്പെടുകയാണ്. ഇനി ഇത് തന്നെയാണ് തൊഴിലെന്ന് അവൻ ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ പോകുന്ന വഴിക്കാണ് അവരുടെ ആ ഒരു സ്ത്രീയുടെ ഒച്ച കേട്ടിട്ട് കല്യാണി അങ്ങോട്ട് വരുന്നത്. അങ്ങനെ ഓടിപ്പോയിക്കൊണ്ടിരുന്ന ആ ബൈക്കിന് മുമ്പിലായിട്ട് കല്യാണി വണ്ടി കൊണ്ടുപോയി നിർത്തുന്നുണ്ട്. അങ്ങനെ ഓടി വന്നിട്ട് ആ വണ്ടിയിലെ ബാക്കിലിരിക്കുന്ന ആളെ പിടിച്ചു വലിക്കുന്നുണ്ട്. അങ്ങനെ ആ കണക്കിന് തല്ലൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോഴും അവരുടെ തലയിൽ ഹെൽമെറ്റൊക്കെ ഇരിക്കുന്നുണ്ട്. എന്നിട്ട് നല്ല പോലെ തന്നെ കല്യാണി കൈകാര്യം ചെയ്യുന്നുണ്ട്. അപ്പോഴേക്കും അവിടേക്ക് നാട്ടുകാരൊക്കെ ഓടി വരുന്നുണ്ട്. അങ്ങനെ ഇതാരാണെന്ന് അറിയാനായിട്ട് അവൻ്റെ മുഖത്തുള്ള ആ ഒരു മറ മാറ്റുമ്പോഴാണ് മനസ്സിലാവുന്നത് അത് സ്വന്തം അനിയനാണെന്നുള്ളൊരു കാര്യം. കല്യാണി അത് കണ്ടിട്ട് ഞെട്ടിപ്പോവുകയാണ്. ഇവനിപ്പോൾ ഈ പണിക്കൊക്കെയാണോ പോകുന്നത് എന്ന് ആലോചിച്ചിട്ട്. അപ്പോഴേക്കും ആ നാട്ടുകാരെല്ലാവരും പോലീസിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു സ്ത്രീ പറയുന്നുണ്ട്, മോളുടെ അനിയനല്ലേ, അതുകൊണ്ട് ഇപ്പോൾ കേസും കാര്യങ്ങളൊക്കെ ആക്കണ്ട, എനിക്ക് എൻ്റെ മാല തിരിച്ച് കിട്ടിയല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് കല്യാണിൻ്റെ അടുത്ത് പറയുകയാണ്. അപ്പോൾ കല്യാണി പറയുന്നുണ്ട്, അങ്ങനെ ഇവനെ വെറുതെ വിട്ടാൽ പറ്റത്തില്ല, കേസും കൂട്ടൊക്കെ ആയി തന്നെ ഇവൻ മുന്നോട്ട് പോകണം. കാരണം അങ്ങനത്തെ ഒരു നീച പ്രവൃത്തിയാണ് അവനിപ്പോൾ ചെയ്തിരിക്കുന്നത്. ഇപ്പം നമ്മൾ വെറുതെ വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേപോലെ പാവപ്പെട്ട എത്ര സ്ത്രീകളുടെ മാലയും മോഷണങ്ങൾ ഇവൻ ചെയ്തുകൊണ്ട് നടക്കും. അതുകൊണ്ട് ഇവനെ വെറുതെ വിടാനായിട്ട് പറ്റില്ല, കേസ് കൊടുക്കണം എന്നുള്ളൊരു കാര്യം തന്നെ കല്യാണി ആ ഒരു അമ്മയോട് പറയുന്നുണ്ട്. അത് പ്രകാരം പോലീസുകാരെ പിടിച്ചേൽപ്പിച്ചു കൊടുക്കുകയാണ് വിക്രമിനെ. അങ്ങനെ അവൻ നേരെ തന്നെ പോലീസുകാർ നേരെ ജയിലിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അവിടെ പോയിട്ട് സെല്ലിലേക്ക് എടുക്കുകയാണ്. അപ്പോൾ കല്യാണി വന്നിട്ട് പറയുന്നുണ്ട്, നീ ഇത്രയും നീചനായതിനൊരു സ്വഭാവം കാണിക്കുന്നതെന്ന് ഞാൻ വിചാരിച്ചില്ല, കള്ളനായി മാറിയിരിക്കുന്നു. ഇതിന് വേണ്ടിയിട്ടാണോ നിൻ്റെ അച്ഛൻ ഞങ്ങളെയൊക്കെ മാറ്റി നിർത്തി നിന്നെ വളർത്തിയത്? ഇങ്ങനെ ആൾക്കാരെ കൊന്നും അതേപോലെ പിടിച്ചു പറിച്ചു നിനക്ക് എത്ര കാലം ജീവിക്കാനായിട്ട് പറ്റും? നേർവഴിക്ക് ഒരു 5 രൂപ നിനക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റിയിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ച് കല്യാണി ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, നീ എന്നാ സോണിയനെ വേണ്ടാന്ന് വെച്ചു അന്ന് തൊട്ട് നിൻ്റെ അധപതനം തുടങ്ങിയിരിക്കുന്നു എന്നും കൂടി പറയുകയാണ്. അപ്പോൾ നിന്നെ എന്തായാലും വെറുതെ വിടാനായിട്ട് ഉദ്ദേശിച്ചിട്ടില്ല, നിന്നെ എന്തായാലും ജയിലിൽ പിടിച്ചിടാൻ തന്നെയാണ് വിചാരിച്ചിരിക്കുന്നത്. കേസും കൂട്ടമായിട്ട് മുന്നോട്ട് തന്നെ പോകും, അതിന് ഏതറ്റം വരെ പോകണമെന്നുണ്ടെങ്കിലും ഞാൻ പോകുമെന്ന് പറയുകയാണ്. അപ്പോൾ അത് കേട്ടിട്ട് കല്യാണം അവിടെ നിന്ന് പോകുമ്പം
പിടിക്കില്ല എന്ന് വിചാരിച്ച് ആത്മവിശ്വാസത്തിൽ നടന്നിരുന്ന വിക്രമനാണെന്നുണ്ടെങ്കിൽ ഒരു തിരിച്ചടിയാവുന്നുണ്ട്. ഇത് അച്ഛനൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ അതിനും വലിയ നാണക്കേടാവും, വീട്ടിലും നാട്ടിലൊക്കെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഷോക്കിലാണ് നമ്മുടെ വിക്രം നിൽക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ മൗനരാഗത്തിലെ എപ്പിസോഡിൻ്റെ ചെറിയൊരു ഉള്ളടക്കം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രമിക്കണം. അതുപോലെ വീഡിയോ കാണുന്ന നിങ്ങളെല്ലാവരും ഒരു ലൈക്ക് കൊടുക്കാനായിട്ട് മറക്കരുത്. അപ്പോൾ ഏറ്റവും പുതിയ മൗനരാഗത്തിലെ എപ്പിസോഡായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്താം. അതുവരേക്കും ബായ്.